ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു നല്ല സ്നാക്സാണ്. അപ്പോൾ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആദ്യം തന്നെ ഞാൻ നല്ലപോലെ കഴുകിയിട്ട് നമ്മളൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ ഒരു നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ടോ നമുക്ക് അതിലത്തെ ഈർപ്പൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 450 ഗ്രാമിൻ്റെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇത് അധികം ചെറിയ പീസാവാതെയും അധികം വലിയ പീസാവാതെയും ഒരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കുകയാണ് കൂടുതൽ ബെറ്റർ. നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസുകളിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ ഒപ്പിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് നന്നായി മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതൊരു ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ തൈരൊക്കെ ചേർക്കുമ്പോൾ എത്ര ലൂസുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ ടീസ്പൂണ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് റസ്ക് പൊടി എടുത്തിട്ട് റസ്ക് പൊടിയിൽ ഈ ഓരോരോ പീസുകൾ കോട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ റസ്ക് പൊടി ഒരു 150 ഗ്രാമോളം റസ്ക് പൊടി നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ കുറച്ച് എടുക്കണുള്ളൂ. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോരോ പീസുകളായിട്ട് നമ്മൾ ഇതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കോട്ട് ചെയ്തത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കുന്നത്. കാരണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടായ ഓയിലിൽ ഇടുന്ന സമയത്ത് ഈ റസ്ക് പൊടിയൊന്നും അധികം ഓയിലിൽ പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അതിപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായാലും ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല. ചുരുങ്ങിയത് 1 മണിക്കൂർ വെക്കണം. അതേപോലെ തന്നെ നമുക്ക് റസ്ക് പൊടി തീരുന്നതിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. കാരണം നമ്മൾ ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് ഈ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റസ്ക് പൊടി പെട്ടെന്ന് വെറ്റാവും. അപ്പം നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് റസ്ക് പൊടിയിൽ അധികം നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ആകെ വെറ്റായ റസ്ക് പൊടിയാവും നമുക്ക് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് തീരുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ എല്ലാവരും ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചു. കുറച്ച് നേരം 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഓയിൽ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം നമ്മളിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഓരോരോ പീസുകളാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ ചൂടായ ഓയിലിൽ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. ഇത് ഒരുമിച്ച് തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ച് കോരി എടുത്താൽ മതി. അതേപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഓയിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാണ്ട. നമുക്കൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ